സിംഹവും പുലിയുമാണ് കാട്ടിലെ രാജാക്കന്മാരും പേടി സ്വപ്നങ്ങളും എന്നാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത് അല്ലേ? എന്നാൽ കാടറിയുന്നവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും കാട്ടിൽ ഏറ്റവും അധികം ഭയക്കേണ്ടത് സിംഹത്തെയോ പുലിയോ ഒന്നുമല്ല, മറിച്ച് കരടിയാണ്. എന്തുകൊണ്ടാണ് കരടി ഇത്രയും അപകടകാരിയാകുന്നത് നമുക്ക് നോക്കാം. പുലിയോ സിംഹവും മുന്നിൽപ്പെട്ടാൽ അത് നമ്മളെ ആക്രമിക്കാൻ വരികയാണോ അതോ വെറുതെ നോക്കി നിൽക്കുകയാണോ എന്ന് ഒരളവ് വരെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എന്നാൽ കരടി അങ്ങനെയല്ല. അതിൻ്റെ മുഖത്ത് ഭാവവ്യത്യാസങ്ങളൊന്നും തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. ഇപ്പോൾ വളരെ ശാന്തനായി നിൽക്കുന്ന കരടി തൊട്ടടുത്ത നിമിഷം ഒരു പ്രകോപനവുമില്ലാതെ നമ്മുടെ നേരെ പാഞ്ഞെടുത്തേക്കാം. ആർക്കും അതിലെ ചുവട് പ്രവചിക്കാൻ പറ്റില്ല. കരടിയിൽ നിന്നും ഓടി രക്ഷപ്പെടാമെന്ന് വിചാരിച്ചാൽ അത് നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ്. കാരണം കാണാൻ നല്ല തടിയനാണെങ്കിലും മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വേഗതയിൽ വരെ ഓടാൻ കരടികൾക്ക് കഴിയും. ഇനി രക്ഷപ്പെടാൻ വേണ്ടി നമ്മൾ മരത്തിലോ മറ്റോ കയറിയാൽ തൊട്ടു പിന്നാലെ മരത്തിൽ കയറും. അതിൽ വെള്ളത്തിൽ ചാടിയാൽ അവിടെയും കരടി നമ്മളെ മിടുക്കനാണ്. ചുരുക്കത്തിൽ അതിൽ നിന്നും എളുപ്പത്തിൽ ഒളിക്കാനായിട്ട് നമുക്ക് സാധിക്കില്ല. മറ്റു വന്യമൃഗങ്ങൾ സാധാരണയായി ഇരയുടെ കഴുത്തിൽ കടിച്ച് ഒറ്റയടിക്ക് കൊല്ലാനാണ് നോക്കാറ്. എന്നാൽ കരടിയുടെ ആക്രമണ രീതി വളരെ വ്യത്യസ്തമാണ്. അവർ തങ്ങളുടെ മൂർച്ചയേറിയ നഖങ്ങളും ശക്തമായ താടിയെല്ലുകളും ഉപയോഗിച്ച് ഇരയുടെ മുഖത്തും ശരീരത്തിലും ആഞ്ഞു കീറും. പലപ്പോഴും ഇര ജീവനോടെ ഇരിക്കുമ്പോൾ തന്നെ അവ വലിച്ചു കീറി തിന്നാനായിട്ട് നോക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ഭയക്കുന്നത് ഒരു നായേക്കാൾ 7-8 ഇരട്ടി മണത്തറിയാനുള്ള അത്ഭുതകരമായ കഴിവ് കരടിക്കുണ്ട്. കാട്ടിൽ നമ്മൾ എവിടെയെങ്കിലും ഒളിച്ചിരുന്നാൽ പോലും പെട്ടെന്ന് അതിന് മണത്ത് നമ്മളെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. നമ്മൾ വിചാരിക്കുന്ന കരടി യഥാർത്ഥത്തിൽ അതീവ അപകടകാരിയാണ്. കാടിൻ്റെ നിയമം എപ്പോഴും ഒന്നേ ഉള്ളൂ: വിവേകത്തോടെ അകലം പാലിക്കുക.